ട്ടോ. അവസാനിപ്പിച്ചിടത്തുനിന്ന് പിന്നെ ശരിക്കും എടുക്കാം. ഓക്കെ. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ പറ്റിയാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത്. അത് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇത് റിവിഷൻ ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ 1946 നവംബറിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തതെന്ന് പറഞ്ഞു, ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ കൊണ്ട്. ഇനി അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതേപോലെ തന്നെ നോമിനേറ്റഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു. മൊത്തം രൂപീകൃതമായിരുന്നപ്പോ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നോമിനേറ്റഡ് അംഗങ്ങളും അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരുന്നു 296 പേര്. പിന്നെ 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അങ്ങനെയാണ് 296 പേര് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഈ പറഞ്ഞ 93 പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളും കൂടി ചേർന്നാണ് ടോട്ടൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് വിഭജനത്തിന് മുന്നേ. ഇനി വിഭജന ശേഷം ഈ പറഞ്ഞ 389 എന്ന നമ്പറിൽ നിന്ന് അത് 299 ആയിട്ട് കുറഞ്ഞു. അതായത് നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്ന് 93 അംഗങ്ങൾ അത് 70 ആയിട്ട് മാറി. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 നിന്ന് 229 ആയി. അങ്ങനെ മൊത്തം 389 എന്നുള്ള നമ്പറിൽ നിന്ന് 299 പേരായിട്ട് കുറഞ്ഞു വിഭജനത്തിന് ശേഷം. ഇനി രൂപീകൃതമായിരുന്നപ്പോ 17 വനിതകൾ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15 ആയിട്ട് ചുരുങ്ങി. ആദ്യത്തെ സമ്മേളനത്തിൽ 207 പേരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 9 പേര് വനിതകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3-4 ഡേറ്റുകൾ പറഞ്ഞു. 1946 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായത്. പക്ഷെ അതിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 9-ാം തീയതിയാണ്. ഡൽഹിയിലെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ് ആദ്യത്തെ അസംബ്ലി നടന്നത്. പിന്നെ അന്ന് ഏറ്റവും തലമൂത്ത ആളെ പിടിച്ച് അധ്യക്ഷനാക്കി. അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡിസംബർ 6-ന് ഫോർമേഷൻ ചെയ്തു. 9-ന് ആദ്യത്തെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനായത് അതിലേറ്റവും ഏജ് ഉള്ള ആളായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹനെ അധ്യക്ഷനാക്കി. പിന്നെ സ്ഥിരം അധ്യക്ഷനായത് രാജേന്ദ്ര പ്രസാദ് ആണ്. അത് 1946 ഡിസംബർ 11-ാം തീയതി അദ്ദേഹത്തെ സ്ഥിരം അധ്യക്ഷനാക്കി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇനി നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 2 ദിവസം കൂടി കഴിഞ്ഞ് 1946 ഡിസംബർ 13. അപ്പൊ 6 ഫോർമേഷൻ ഡേറ്റ്, 9 ആദ്യത്തെ മീറ്റിംഗ്, 11-ാം തീയതി 1946 ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷൻ, 13-ാം തീയതി നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഇനി ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് JB കൃപലാനിയാണ്. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജിയാണ്. വൈസ് ചെയർമാൻമാര് HC മുഖർജിയും VT കൃഷ്ണമാചാരിയാണ്. പിന്നെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജി. ഓക്കെ. ഇനി ഹിന്ദി കയ്യെഴുത്ത് പ്രതിയാണ് ഈ വസന്തകൃഷ്ണൻ. കവർ പേജ് നന്ദലാൽ ബോസ്. സെക്രട്ടറി HVR അയ്യങ്കാർ. ഇനി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അത് 1949 നവംബർ 26-ാം തീയതിയാണ് അല്ലെങ്കിൽ അംഗീകരിച്ചത്. ഇനി ഈ ദിനമാണ് നവംബർ 26-ാം തീയതി ആണ് ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ നവംബർ 26 തന്നെയാണ് ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ്. നമ്മൾ പഠിക്കും. ഇനി അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24. അന്ന് എല്ലാ അംഗങ്ങളും 284 അംഗങ്ങൾ 1950 ജനുവരി 24 അവസാന സമ്മേളനത്തിൽ ഒപ്പുവെച്ചു. ഭരണഘടന നിലവിൽ വന്നതാണ് 1950 ജനുവരി 26. അംഗീകരിച്ച ഡേറ്റ് 49 നവംബർ 26. റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. പിന്നെ ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യൻ ഭരണഘടനയൊക്കെയാണ്. പിന്നെ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്കക്കൊക്കെ ഇന്ത്യൻ ഭരണഘടന ഈ ബാക്കിയുള്ള ഈ പറഞ്ഞ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഇതിനൊക്കെ, അതേപോലെ തന്നെ അമേരിക്ക, ഇവർക്കൊക്കെ ലിഖിത ഭരണഘടനയാണ് ഉള്ളത്. അലിഖിത ഭരണഘടനയുള്ളത് ബ്രിട്ടൻ, ഇസ്രായേല്, ന്യൂസിലൻഡ്. ഓക്കെ. പിന്നെ നമ്മളിത് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ പറയും. ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഇത്തിരി ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയണത്.
ഇനി 2 വർഷവും 11 മാസവും 18 ദിവസവും അല്ലെ ചിലപ്പോ 17 ദിവസം എന്ന് തരും. അപ്പൊ ഇത്രയും സമയം കൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. 64 ലക്ഷം രൂപ ചെലവായി. 17 മലയാളികൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അതിൽ 3 പേര് വനിതകളായിരുന്നു. ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ദേശീയ പതാകേനെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു ദേശീയ ഗാനവും ഗീതവും സെയിം ഡേറ്റ് 50 ജനുവരി 24. മുദ്രയാണെങ്കിൽ ജനുവരി 26. ഇനി ആർട്ടിക്കിൾ അന്ന് വന്ന സമയത്ത് 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 8 പട്ടിക ഉണ്ടായിരുന്നു, 22 ഭാഗങ്ങളുണ്ട്. ഇന്ന് 12 പട്ടികയാണ് ഉള്ളത്. ഈ പട്ടികകളൊക്കെ ഞാനൊന്ന് കോഡ് വെച്ച് പറഞ്ഞു തന്നു അല്ലെ. ടി ടെറിട്ടറീസ്, ഇ ഫോർ എമോളുമെന്റ്സ്, എ ഫോർ അഫിർമേഷൻ. എമോളുമെന്റ്സ് എന്ന് പറഞ്ഞ സാലറി ഒക്കെ, അഫിർമേഷൻ എന്ന് പറഞ്ഞ സത്യപ്രതിജ്ഞ, പിന്നെ രാജ്യസഭ സീറ്റ് അലോക്കേഷൻ, എസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏരിയ, അതർ ഷെഡ്യൂൾഡ് ഏരിയ, ഫെഡറൽ ലിസ്റ്റ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, ലാൻഡ് റിഫോംസ്, ഡിഫെക്ഷൻ. ഈ അമെന്റ്മെന്റ് ഏത് വർഷമാണ് വന്നത്, അതേപോലെ എത്രാമത്തെ നമ്പർ ആണെന്നൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പിന്നെ പഠിക്കൂട്ടോ. അതൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി 73, 74 അമെന്റ്മെന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടേക്കണം കേട്ടോ നോട്ട്. ഇപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെ. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. ഞാൻ പറഞ്ഞു ഒരു 22ഓളം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. കരടൊക്കെ രൂപീകരിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത്. 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അസിസ്റ്റൻസ് കഴിഞ്ഞ SIയുടെ പരീക്ഷയ്ക്ക്, ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന SIയുടെ പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ബഹിഷ്കൃത ഭാരത് ആരുടെയാണെന്ന് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന് ഈ മാസം തന്നെ ഓഗസ്റ്റ് പകുതിക്ക് നടന്ന SIയുടെ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. BR അംബേദ്കറിന്റെ ബഹിഷ്കൃത ഭാരത് ആരുടെയാന്ന് ചോദിച്ചിട്ട് ഒരു ഓപ്ഷൻ അംബേദ്കർ ആയിരുന്നു, ബാക്കി ഓപ്ഷൻസ് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങള് നമ്മളന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ജിക്ക് അതിന്റെ മിച്ചറുവാടെന്നൊക്കെ പറഞ്ഞ് കോഡിട്ട് പഠിച്ചിരുന്നു. അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യർ, TP കൈത്താൻ, മിത്തർ മരിച്ചതോടുകൂടി TT കൃഷ്ണമാചാരി, കൈത്താൻ മരിച്ചതോടുകൂടി TT കൃഷ്ണമാചാരി, മിത്തർ രാജിവെച്ചതോടുകൂടി മാധവറാവു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു 2 M, മിത്തറിനെ റീപ്ലേസ് ചെയ്ത് വന്നത് മാധവറാവു. ഓക്കെ, നമ്മൾ പറഞ്ഞു 22 മൈനർ കമ്മിറ്റി, മൊത്തം 22 കമ്മിറ്റികൾ അടങ്ങണതായിരുന്നു നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ. 8 മേജർ കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര മേജർ കമ്മിറ്റികൾ ഉണ്ടെന്ന് ചോദിക്കും. 8 മേജർ കമ്മിറ്റികളാണ് ഉണ്ടത്. പിന്നെ മൈനർ കമ്മിറ്റികളും ഉണ്ട്. അങ്ങനെ മൊത്തം 22 കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചാന്ന് തോന്നുന്നു അവസാനിപ്പിച്ചത് അല്ലെ. ഇത്രയല്ലേ എടുത്തിരുന്നേ? അതെ. ഇത്രയല്ലേ എടുത്തിരുന്നേ? അത് എത്ര എടുത്തായിരുന്ന? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരുമോ? എത്രയാണോ എടുത്തിരുന്നത്? എത്രയ്ക്കാ എടുത്തിണ്ടായേ അല്ലേ? അതുവരെയല്ലേ എടുത്തിരുന്നേ? അതെ അതെ അതെ. ആർക്കും ഓർമ്മയില്ലേ? എന്താ അതിന് റിപ്ലൈ തരാത്തെ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഒരു റിവിഷൻ പോലെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സഭയില് കുറെ അധികം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതായത് മൊത്തം 22 കമ്മിറ്റികൾ മൊത്തം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു പള്ളിയിൽ ഒരു പെരുന്നാൾ വന്ന കുറെ കമ്മിറ്റികളായിട്ട് തിരിക്കും. കാർ പാർക്ക് ചെയ്യാൻ ഒരു കമ്മിറ്റി, അലങ്കാരത്തിന് വേണ്ടി ഒരു കമ്മിറ്റി, വെടിക്കെട്ടിന് വേണ്ടി ഒരു കമ്മിറ്റി, അങ്ങനെ പലതരം കമ്മിറ്റികൾ ഫോം ചെയ്യും. അങ്ങനെ 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. അതേപോലെ തന്നെ കുറെ മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ ടോട്ടൽ 22 കമ്മിറ്റികൾ അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ. ഇനി ഈ 8 മേജർ കമ്മിറ്റിയില് നമ്മള് ഈ 8 എണ്ണത്തിന്റെ പേരുകൾ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം, അതെങ്കിലും പഠിച്ചു വെക്കുക.
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ഒരിക്കലും മറക്കരുത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു കേട്ടോ. ഇനി വേറൊരു കുഴപ്പിക്കണ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കണതാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു തരാറുണ്ട്. ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ചോദിച്ചത് അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ പറഞ്ഞ നെഹ്റു ഇല്ല കേട്ടോ. അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ് അവരുടെയൊക്കെ പേര് തരും. അവരൊന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അതില് കുറച്ചും കൂടി നമുക്ക് കേട്ട് കേൾവിയുള്ള ഈ പറഞ്ഞ അംബേദ്കർ ആണ് ഇതിന്റെ ചെയർമാൻ ആയിരുന്നത്. എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ചോദിക്കണതാണ്. രാജേന്ദ്ര പ്രസാദും നെഹ്റു ഒക്കെ ഓപ്ഷനിൽ തരും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവർ അംഗങ്ങളല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. ഇനി യൂണിയൻ പവർ കമ്മിറ്റി, അത് നമ്മൾ പറഞ്ഞു പവേഴ്സ് ഒക്കെ നെഹ്റുവിനാണ്. അപ്പൊ അങ്ങനെ വെച്ച് വെറുതെ കണക്ട് ചെയ്താൽ മതി. അതേപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അത് രണ്ടും നെഹ്റുവിനായിരുന്നു. പവേഴ്സ് കമ്മിറ്റി, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ. എപ്പോഴും ചോദിക്കാറ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് കേട്ടോ. ഇനി അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ, ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കാറുണ്ട് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും അതേപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ആരാ ചെയർമാൻ എന്ന്. അപ്പൊ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ അറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇടയ്ക്ക് ചോദിക്കണതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് JV കൃപലാനിയാണ്. അതേപോലെ മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജി. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ്, അതിന്റെ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോപിനാഥ് ബർദോളി ഒരു പ്രാവശ്യം കണ്ട് ഏതോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റി ഇത് ചോദിക്കാറുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സബ് കമ്മിറ്റിയുടെ അത് JB കൃപലാനി. മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റിയുടെ HC മുഖർജി. മൈനോറിറ്റീസ് ഇവിടെ ഒരു M ഉണ്ട്, മുഖർജിയിൽ ഒരു M ഉണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി മൈനർ കമ്മിറ്റികളില് എല്ലാ ഒന്നും പഠിക്കാറുണ്ട. എപ്പോഴും ചോദിക്കാറ് ഇതില് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ആരുടെയാന്ന് ചോദിക്കാറുണ്ട്. രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പട്ടാഭി സീതാരാമയ്യയാണ് ഹൗസ് കമ്മിറ്റി. സീതയാണ് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റിയുടെ ചെയർമാനും ചോദിക്കാറുണ്ട്. SK ദർ കേട്ടോ. SK ദർ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റിയുടെ ഇത്. ഇനി ഇത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡൻഷ്യൽസ് കമ്മിറ്റി അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി, ഈ കമ്മിറ്റികളൊക്കെ എന്താ ചെയ്യണേന്ന് ഒന്നും പഠിക്കണ്ട. ജസ്റ്റ് ഈ കമ്മിറ്റിയുടെ പേര് അതിന്റെ ചെയർമാൻ ആരാന്ന് പഠിച്ചാൽ മതി. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റിയറിംഗ് കമ്മിറ്റി. അതേപോലെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഇത് മേജർ കമ്മിറ്റിയാണ്. ഇതിന്റെയും ചെയർമാൻമാര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഹൗസ് കമ്മിറ്റിയുടെ പട്ടാഭി സീതാരാമയ്യ. പിന്നെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. KM മുൻഷി. ഇത്രയും ഞാൻ ടിക്കറ്റ് ആയിരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസിന്റെ കമ്മിറ്റി SK ദർ കേട്ടോ. ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. രണ്ടൂന്ന് വട്ടം വായിച്ചു നോക്കുക, അപ്പൊ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ചോദിക്കണ വേറൊരു ഏരിയ ആണ് ഇന്ത്യൻ ഭരണഘടന. കുറെ കാര്യങ്ങൾ കുറെ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. കുറെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് കടം എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ കടം എടുത്തത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന് ചോദിക്കാറുണ്ട്. ബ്രിട്ടന്റെ ഭരണഘടനയെന്നും അമേരിക്കൻ ഭരണഘടനയെന്നും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, മെൻഷൻ ചെയ്ത് പറയാം. ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് എപ്പോഴും ചോദിക്കണത് റിട്ട് ബ്രിട്ടൻ എന്ന് പഠിക്കുക.
ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ്. റിട്ട് എവിടെ നിന്നാണ് കടം എടുത്തേക്കണേന്ന്. ഒരുപാട് റിട്ടുകൾ 5 ടൈപ്പ് നമ്മൾ പറയാറുണ്ട്. മാൻഡമസ് റിട്ട്, അതേപോലെ തന്നെ ഹേബിയസ് കോർപ്പസ്, കൊവാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി, അങ്ങനെയൊക്കെ പറഞ്ഞ റിട്ടുകൾ നമ്മൾ പഠിക്കും ഇനി. അപ്പൊ ഈ റിട്ടുകൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടൻ. അതേപോലെ ഏക പൗരത്വം, നമ്മള് ഇന്ത്യക്കാരെന്ന് അല്ല, ഇന്ത്യയുടെ പൗരത്വം എന്ന് പറഞ്ഞാൽ ഏക പൗരത്വം. നമ്മൾ പോയി വേറെ രാജ്യത്തെ പൗരത്വം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ത്യൻ പൗരത്വം കട്ടായി പോകും. നമുക്ക് നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യണത് ഇന്ത്യയിൽ ഏക പൗരത്വമാണ് അനുവദനീയമായിട്ടുള്ളൂ. ചില രാജ്യങ്ങളിൽ 2 പൗരത്വം കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യക്കാര് ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരാള് വേറെ രാജ്യത്തെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം കട്ടായി പോകും. അപ്പൊ ഏക പൗരത്വം എന്ന് പറഞ്ഞ സംഭവം കടമെടുത്തത് നമ്മൾ ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ്. അതേപോലെ പാർലമെന്ററി ജനാധിപത്യം, നമ്മൾ ഇന്ന് കാണുന്ന പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് കടമെടുത്തതാണ്. അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ അങ്ങനെ ആലോചിച്ചാൽ മതി. ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യയിൽ നമ്മളെ ഭരിക്കാൻ വന്നത്. അപ്പൊ അവരുടെ സംഭവങ്ങൾ കടമെടുത്തതാണ് ഈ പറഞ്ഞ പാർലമെന്ററി ജനാധിപത്യം. അതേപോലെ തന്നെ ഏക പൗരത്വം, നിയമവാഴ്ച, സമത്വം, ഈ നിയമവാഴ്ചയും ചോദിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം, ദ്വിമണ്ഡല സഭ, നമ്മുടെ രാജ്യസഭ ലോകസഭ ആ 2 സഭകൾ, ദ്വിമണ്ഡല സഭ, അങ്ങനെ അതിനെയാണ് 2 മണ്ഡലമുള്ള സഭകളാണ് പറയണത്. തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നമ്മളിവിടെ നാട്ടില് വോട്ടെടുത്ത് കൂടുതൽ ഭൂരിപക്ഷമുള്ള ആള് ജയിക്കുക, അതാണ് ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ബ്രിട്ടന്റെ പഠിക്കേണ്ടത് പാർലമെന്ററി ജനാധിപത്യം, റിട്ട്, ഏക പൗരത്വം, നിയമവാഴ്ച, പിന്നെ പറ്റുന്നവര് ഈ രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം കൂടി നോക്കി പോവുക. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ. റിട്ട് ചോദിച്ചു വെറുപ്പിക്കണ ക്വസ്റ്റ്യൻ ആണ്. റിട്ട്, പാർലമെന്ററി ജനാധിപത്യം, നിയമവാഴ്ച, ഏക പൗരത്വം, അതേപോലെ ക്യാബിനറ്റ് സമ്പ്രദായം. ഓക്കെ, ഇതൊക്കെ കടമെടുത്തത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ്. ഇനി അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇതില് ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതില് ഒന്നും കളയാനില്ല. ഓക്കെ, ലിഖിത ഭരണഘടന ഞാൻ പറഞ്ഞു. അമേരിക്കൻ ഭരണഘടനയാണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. അപ്പൊ ആ ലിഖിത ഭരണഘടന എന്നുള്ള ആശയം കടമെടുത്തത് നമ്മൾ അമേരിക്കയിൽ നിന്നാണ്. അതേപോലെ നമുക്ക് കുറെ മൗലിക അവകാശങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും മൗലിക അവകാശങ്ങള്. അപ്പൊ ഈ മൗലിക അവകാശം, അതേപോലെ തന്നെ നമ്മുടെ ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ ജുഡീഷ്യറി, ബാക്കി നമ്മുടെ ഈ കാര്യനിർവഹണ വിഭാഗം, അതേപോലെ തന്നെ മറ്റേ പാർലമെന്ററി ആ ഒരു ഇതിൽ നിന്നും സ്വതന്ത്രമായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ബാക്കി ഈ ജുഡീഷ്യറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് പറ്റില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കടമെടുത്തത് ഈ പറഞ്ഞ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അതേപോലെ ജുഡീഷ്യൽ റിവ്യൂ, അതൊക്കെ നമ്മൾ എന്താന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, രാഷ്ട്രപതിനെ ഇംപീച്ച് ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ. അല്ലാണ്ടൊന്നും ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിനെ പുറത്താക്കണ പറയണ ഒരു പേരാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രപതിനെ അങ്ങനെ വെറുതെ ഒന്നും പുറത്താക്കാൻ പറ്റില്ല. ആ പുറത്താക്കാനുള്ള നടപടിക്രമത്തെ പറയണ പേരാണ് ഇംപീച്ച്മെന്റ്. അങ്ങനെ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കടമെടുത്തത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, അതേപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. ഇത് ഈ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യമുള്ളൂ, സുപ്രീം കോടതി. ഓക്കെ, കിട്ടിയോ? ഇത്രയും കിട്ടിയോ? അപ്പൊ നമ്മൾ റിട്ട് എവിടുന്ന കടം എടുത്ത? റിട്ട് നമുക്ക് കുറേശ്ശെ പഠിച്ചു പോവാം. റിട്ട് എന്ന് പറഞ്ഞ സംഭവം എവിടുന്ന കടം എടുത്തേ? പറയ്, അങ്ങനെ പാസീവായിട്ട് കേക്കല്ലേ. ഓക്കെ, റിട്ട് ബ്രിട്ടൻ. പാർലമെന്ററി വ്യവസ്ഥയോ? ബ്രിട്ടൻ ഭരണഘടന. ബ്രിട്ടീഷ് ബ്രിട്ടൻ. ഒരു മെസ്സേജ്, ഒരു റിപ്ലൈ ഇട്.
മൗലികാവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്ത? മൗലികാവകാശം ഓക്കെ. മൗലികാവകാശം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് കാനഡ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഫെഡറൽ സംവിധാനം. നമ്മുടെ ലിസ്റ്റുകളെ പറ്റി പഠിക്കും. ഈ ലിസ്റ്റുകളെ പറയുന്ന പേരാണ് ഈ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. 3 തരം ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പക്ഷെ അതിലെ കൺകറന്റ് ലിസ്റ്റ് മാത്രം ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത് കേട്ടോ. കണ്ട ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ലിസ്റ്റ് എവിടുന്ന കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാം കാനഡ. ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കും. അപ്പൊ ഫെഡറൽ സംവിധാനം, ഫെഡറൽ ലിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയണത്. അപ്പൊ ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ഇതൊക്കെ കടമെടുത്തത് കാനഡയുടെ കയ്യിൽ നിന്നാണ്. പിന്നെ അവശിഷ്ട അധികാരം, റെസിഡ്യൂവൽ പവേഴ്സ് എന്നാണ് ഈ പറഞ്ഞ അവശിഷ്ട അധികാരത്തിനെ പറയണത്. അത് നമ്മൾ പറയും ഈ അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങളൊക്കെ. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ ഫെഡറൽ സംവിധാനം ലിസ്റ്റുകൾ കടമെടുത്തത് കാനഡയുടെ കയ്യിൽ നിന്ന്. ഇനി അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ അത് അമേരിക്കയിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. ഇനി പ്രസിഡന്റിന്റെ എലക്ഷൻ അയർലൻഡിൽ നിന്നാണ് പ്രസിഡന്റിന്റെ എലക്ഷൻ. പക്ഷെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് നമ്മൾ പറഞ്ഞു അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇനി രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. നിങ്ങൾക്ക് അറിയാലോ, രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് കുറച്ചു പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. കലാസാഹിത്യം, സാംസ്കാരിക മേഖല അങ്ങനെയുള്ള ഏതെങ്കിലും മേഖലകളിൽ നിന്നൊക്കെ ആയിട്ട് പ്രമുഖരായ വ്യക്തികളെ നമുക്ക് പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാര്യമൊക്കെ കടമെടുത്തത് നമ്മൾ അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇത് എനിക്ക് തെറ്റായിരിക്കാൻ വേണ്ടി പഠിച്ചത് അയൽവക്കത്തുള്ളവരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അയൽവക്കക്കാരെ ആണല്ലോ നമ്മൾ നോമിനേറ്റ് ചെയ്യുക. നമുക്ക് പരിചയമുള്ള അയൽവക്കക്കാരെയാണ് അയർലൻഡ് അയൽവക്കം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചത്. ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. അപ്പൊ നമ്മൾ എവിടെയും നോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്കാരെയാണല്ലോ. അപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് അയർലൻഡിന്റെ കയ്യിൽ നിന്ന്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിന്റെ കയ്യിൽ നിന്ന്. നമ്മുടെ അയൽവക്കക്കാരുടെ കയ്യിൽ നിന്നാണല്ലോ എന്തെങ്കിലുമൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ മാർഗമൊക്കെ കടമെടുക്കണത്. അല്ലെങ്കിൽ അവരോടൊക്കെ ഉള്ള അഭിപ്രായം ചോദിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്താൽ മതി. ഇനി ഓസ്ട്രേലിയൻ ഭരണഘടനയെന്ന് ഞാൻ പറഞ്ഞു. മെയിൻ ആയിട്ട് ഓസ്ട്രേലിയയുടെ ചോദിക്കുക കൺകറന്റ് ലിസ്റ്റിന്റെ കാര്യമാണ്. പറ്റുന്നവര് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അത് പഠിക്കുക. കൺകറന്റ് ലിസ്റ്റ് എന്തായാലും പഠിക്കാൻ മറക്കരുത്. ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റുകൾ കടമെടുത്തത്. അതായത് യൂണിയൻ ലിസ്റ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയണതാണ് കൺകറന്റ് ലിസ്റ്റിൽ വരണത്. അല്ല, അതിൽ രണ്ടിലും പെടാത്ത കാര്യങ്ങൾ വരണതാണ് കൺകറന്റ് ലിസ്റ്റിൽ വരണത്. അത് നമ്മൾ പഠിക്കും കേട്ടോ. ഈ വനം ഇതൊക്കെ അളവ് തൂക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ വിവാഹമോചനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ വരണതാണ്, നമ്മൾ പഠിക്കും. ഇനി ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് ഭരണഘടന ഭേദഗതി. ഭേദഗതി എവിടെന്നാന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. അതേപോലെ തന്നെ രാജ്യസഭ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു രാജ്യസഭ അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യണതാണെന്നുണ്ടെങ്കിൽ അത് അയർലൻഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അയർലൻഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത്. ഇനി രാജ്യസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കണത് എവിടുന്നാന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. രാജ്യസഭ അംഗങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കില്ലേ, നോമിനേറ്റഡ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അയർലൻഡിൽ നിന്ന്. അതുപോലെ രാജ്യസഭ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇനി ഫ്രഞ്ച് നമുക്ക് അറിയണ കാര്യമാണ്. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നുള്ള ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൽ വന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അത് എളുപ്പമുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? രണ്ടു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ.
കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് യൂണിയൻ ലിസ്റ്റിലും, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരേപോലെ തീരുമാനം എടുക്കാൻ പവർ ഉള്ളതിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയണത് കേട്ടോ. ഞാൻ തെറ്റി പറഞ്ഞു എന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയണത്. അപ്പൊ അതിൽ കുറച്ച് ഇതുണ്ട്: എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വന നിയമങ്ങൾ, അതേപോലെ തന്നെ വിവാഹമോചനം, ദത്തവകാശം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അത് നമ്മൾ ലിസ്റ്റ് സെപ്പറേറ്റ് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ നോക്കാം. ഈ കടം എടുത്തത് എപ്പോഴും ചോദിക്കണതാണ്. ഏക പൗരത്വം, നിങ്ങൾ പറയും ഏക പൗരത്വം എവിടെന്നാ കടം എടുത്തത്? ഏക പൗരത്വം ആരും ഒന്നും പറയണില്ലല്ലോ. ഏക പൗരത്വം എവിടെന്നാ കടം എടുത്തത്? ഓക്കെ, ബ്രിട്ടൻ. ഓക്കെ, ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഏക പൗരത്വം എന്ന് പറഞ്ഞ സംഭവം കടമെടുത്തത് കേട്ടോ. ഓക്കെ, ഇനി രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എവിടെന്നാ? നിർദ്ദേശക തത്വങ്ങള്, രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ അമേരിക്കയാണോ? നിർദ്ദേശക തത്വങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം. ഡയറക്റ്റീവ് പോളിസീസ് എന്നാണ് അതിനെ പറയാ. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി നിങ്ങൾ ആൻസർ പറ. മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തത് അയർലൻഡ്. ഞാൻ പറഞ്ഞില്ലേ, അയൽവക്കക്കാരോടാണ് നമ്മൾ വല്ല മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ചോദിക്കണത്. ഓക്കെ, അയർലൻഡ് കേട്ടോ. ഓക്കെ, ഇനി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അമേരിക്ക എന്നാണ് കേട്ടോ നമ്മൾ കണ്ടെടുത്തത്. നമ്മുടെ ഈ പറഞ്ഞ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, അതേപോലെ തന്നെ ലിഖിത ഭരണഘടന, മൗലിക അവകാശങ്ങൾ, ഇതൊക്കെ കടമെടുത്തത് നമ്മൾ അമേരിക്കയുടെ കയ്യിലാണ്. കൺകറന്റ് ലിസ്റ്റ് ആരുടെ കയ്യിൽ നിന്നാണ്? കൺകറന്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഓർമ്മയുണ്ടോ? ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് കടമെടുക്കണത്. ഇനി ഈ പറഞ്ഞ കൺകറന്റ് ലിസ്റ്റില് ഒരു പോയിന്റ് ഞാൻ ഓർത്തപ്പം പറഞ്ഞതാണ്. ഈ പറഞ്ഞ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും കൂടി തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ പറയണത്. അപ്പൊ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും വന്ന് ഉണ്ടാവുകയാണെങ്കിൽ, ആ തീരുമാനം എടുക്കുന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കേന്ദ്രത്തിന്റെ നിർദ്ദേശമാണ് അത് പരിഗണിക്കുള്ളൂ കേട്ടോ. സ്റ്റേറ്റിന്റെ നിർദ്ദേശത്തിന് വലിയ വാല്യൂ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരണ കേസിൽ കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 2023 ASMന് വന്നതാട്ടാ. അല്ല, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. ഓക്കെ, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ 1 പാർലമെന്ററി സമ്പ്രദായം. ശരിയാണോ? പാർലമെന്ററി സമ്പ്രദായം. പാർലമെന്ററി സമ്പ്രദായം ശരിയാണോ? ഞാൻ ഇത്തിരി പതുക്കെ പോണത് നിങ്ങൾ എന്റെ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒരുമിച്ച്. അടുത്തത് നിയമവാഴ്ച. ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണോ കടം കൊണ്ടത്? നിയമവാഴ്ച അതേട്ടാ, നിയമവാഴ്ചയെ നമ്മള് ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ് കടം കൊണ്ടത്. അടുത്തത് മൗലിക അവകാശങ്ങൾ. ബാക്കിയുള്ളവരും കൂടി ആൻസർ പറഞ്ഞേ. ഫോൾസ്. മൗലിക അവകാശം നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്. അടുത്തത് അവശിഷ്ട അധികാരം ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? അവശിഷ്ട അധികാരം ഓർമ്മയുണ്ടോ? അവശിഷ്ട അധികാരം നമ്മള്
കാനഡയുടെ കയ്യിൽ നിന്നാണ് കടം കൊണ്ടത് കേട്ടോ. കാനഡയുടെ കയ്യിൽ നിന്നും. ഇനി ഒരിടം ഞാൻ പറഞ്ഞിട്ടില്ല, അല്ല പറഞ്ഞിട്ടില്ല. മൗലിക കടമകൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ മൗലിക അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് മൗലിക അവകാശങ്ങൾ. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, അതായത് മൗലിക കടമകൾ. മൗലിക കടമകൾ നമ്മൾ കടം കൊണ്ടത് റഷ്യയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. USSRന്റെ കയ്യിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന സംഭവം കടം കൊണ്ടത്. ഇത് എപ്പോഴും ചോദിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ആമുഖം എവിടുന്ന കടം കൊണ്ട? ആമുഖം ഓർമ്മയുണ്ടോ? അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. ഇനി ഭരണഘടനാ ഭേദഗതി ആ രാജ്യത്തെ നമ്മൾ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടത്. ഭരണഘടനാ ഭേദഗതി എവിടെന്ന കടം കൊണ്ടേ? ഓർമ്മയുണ്ടോ? ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടം കൊണ്ടത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടം കൊണ്ടത്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുമ്പോൾ ഭേദഗതിയാണ് ഓർക്കേണ്ടത്, ഭരണഘടനാ ഭേദഗതി. അതേപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയ ആണ് ഓർക്കേണ്ടത്. ഓക്കെ, പിന്നെ സമത്വം, അതേപോലെ തന്നെ റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് പറയുമ്പോ ഫ്രഞ്ച് ആണ് ഓർക്കേണ്ടത്, ഫ്രാൻസ് കേട്ടോ. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, അപ്പൊ ഒരുവിധം കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് എന്തായാലും പഠിക്കണേ, ഈ ഒരു ഭാഗം തെറ്റാതെ പഠിക്കുക. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയനെ ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടുവന്ന് ബ്രിട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, അതേപോലെ തന്നെ രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ പാർലമെന്ററി സിസ്റ്റം ഭൂരിഭാഗം കാര്യങ്ങളും ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടതാണ് കേട്ടോ. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ, അതേപോലെ തന്നെ ആമുഖം നിങ്ങൾ ആലോചിച്ചാൽ മതി. ലിഖിത ഭരണഘടന ഉള്ളത് അവർക്കാണ്. അപ്പൊ ആമുഖം നമ്മൾ അതിൽ നിന്ന് ആദ്യമായിട്ട് കടം കൊണ്ടു. അത് ഈ പറഞ്ഞ ലിഖിത ഭരണഘടനയുള്ള അവരുടെ കണ്ടിട്ട് നമ്മൾ ആമുഖം കടം കൊണ്ടു എന്ന് ആലോചിച്ചാൽ മതി. ജുഡീഷ്യൽ റിവ്യൂ, അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഒക്കെ അമേരിക്കൻ ഭരണഘടനയാണ്. കാനഡ ലിസ്റ്റുകൾ ആലോചിക്കുക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഫെഡറൽ സംവിധാനം. അയർലൻഡ് ആണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓസ്ട്രേലിയ. എന്നാ ഇത് തമ്മിൽ എപ്പോഴും തെറ്റിക്കണ ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണെന്നുണ്ടെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. പക്ഷെ രാജ്യസഭ അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് അയർലൻഡിന്റെ കയ്യിൽ നിന്ന്. പിന്നെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്ന്. ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ പറ്റി മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി നമ്മൾ പോണത് ആമുഖത്തിലേക്കാണ് കേട്ടോ. ആമുഖം ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പേജ്. ആമുഖം എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ ആമുഖം ആണ് ഇത്. അതില് കൊടുത്തേക്കണ കണ്ട ഫസ്റ്റ് വരി കണ്ട, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന സ്റ്റാർട്ട് ചെയ്യണത്. വി ദ പീപ്പിൾ, ഇത് വി ആണ് കേട്ടോ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ഇതില് ഓരോന്നൊന്ന് പറയണത് ഉണ്ട്. ഓക്കെ, സോവറിൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു ഇതൊക്കെ നമ്മൾ പറയണതാണ്. ജസ്റ്റിസ് പറയുന്നുണ്ട്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇതിൽ പരാമർശിക്കുന്ന ഒരേ ഒരു ഡേറ്റ് നോക്കിയേ, 26 ഡേ ഓഫ് നവംബർ 1949, 1949 നവംബർ 26 ആണ് പറയണത്. ഓക്കെ, അപ്പോ
ഈ ആമുഖത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ഇപ്പൊ നമ്മൾ കുറെ മൂല്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ജസ്റ്റിസ്, നീതിയുണ്ട്, ലിബർട്ടി ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, ഫ്രറ്റേണിറ്റി ഉണ്ട്, സാഹോദര്യമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ അടിസ്ഥാന ആദർശങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ഇതൊക്കെ പറയണത് എവിടെയാണ്? ആമുഖത്തിലാണ്. അത് ഈ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ഈ ഇന്ത്യയിലെ പരമാധികാരം, നമ്മുടെ പരമ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ് എന്ന് പ്രസ്താവിക്കുന്നത് എവിടെയാന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലാണ് അങ്ങനെ പറയണത്. ഇന്ത്യയുടെ പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. അത് പറയുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ അത് ആമുഖത്തിലാണ് പറയുന്നത്. ഇനി രാജ്യം എന്തൊക്കെ, നമ്മുടെ രാജ്യം എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, ഇതൊക്കെ പറയണത് ഭരണഘടനയുടെ ആമുഖത്തിലാണ് പറയണത്. ഇനി ഈ പറഞ്ഞ ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോല് എന്നൊക്കെ പറയണത് ആമുഖാണ്. ഈ ആമുഖം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. അതിനെയാണ് ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായിട്ട് മാറിയേക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ആമുഖം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതേപോലെ ലിഖിത ഭരണഘടന അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. മൗലിക അവകാശങ്ങൾ അതും അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇനി നമ്മൾ അതിൽ ഒരേ ഒരു ഡേറ്റ കണ്ടിട്ടുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് പേജിൽ, ആമുഖത്തില്. അത് ഏത് ദിവസമാണ്? അതായത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമായ 1949 നവംബർ 26 ഈ ഡേറ്റ് ആണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തില് പ്രതിപാദിക്കുന്ന ഒരേ ഒരു ഡേറ്റ്. കുറെ ഡേറ്റുകൾ നമ്മളിപ്പോ പഠിച്ചു. ഡിസംബർ 6 പഠിച്ചു, 9 പഠിച്ചു, 11 പഠിച്ചു, 13 പഠിച്ചു. അതേപോലെ തന്നെ 50 ജനുവരി 24 പഠിച്ചിട്ടുണ്ടായി, നവംബർ 26 പഠിച്ചു. അങ്ങനെ ഒരുപാട് ഡേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതില് നവംബർ 26 ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് എന്ന് പറയണത്. ഇനി നമ്മുടെ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളാണ് ഭരണഘടനയ്ക്ക് അധികാരം നൽകിയത്. അതേപോലെ പരമാധികാരം ഇവിടുന്നാണ്, ജനങ്ങളിൽ നിന്നാണ് എന്നാണ് ആമുഖത്തിൽ പറയണത്. ഓക്കെ. ഇനി ആമുഖത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അതാണ് ഒന്ന് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതൊക്കെ നമ്മളുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെയുണ്ട്? നീതിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്. ഓക്കെ. ജസ്റ്റിസ് ഉണ്ട്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യങ്ങൾ, ഫ്രീഡം ഉണ്ട്, സമത്വം ഉണ്ട്, ഈക്വാലിറ്റി ഉണ്ട്, സാഹോദര്യം, ഫ്രാറ്റേണിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഓരോന്നിനെ പറ്റി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ ഭരണഘടനയില് ഞാൻ പിക്ചറിൽ കാണിച്ചിരുന്നു. ഓക്കെ. ജസ്റ്റിസ്, നീതിയുണ്ട്, ലിബർട്ടി ഉണ്ട്, ഇക്വാലിറ്റി ഉണ്ട്, ഫ്രറ്റേണിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആമുഖത്തിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഈ ആമുഖത്തിന്റെ ലക്ഷ്യത്തില് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേ എന്ന് നമുക്ക് പഠിക്കണം. നീതി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള നീതിയുണ്ട്. ഒന്ന് സാമൂഹിക നീതി, 2 സാമ്പത്തിക നീതി, 3 രാഷ്ട്രീയ നീതി. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാറുണ്ട്, ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നീതികളിൽ എത്ര തരം നീതികളുണ്ട്? 3 തരം നീതികളുണ്ട് ആണുള്ളത്. ആ 3 നീതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. സാമൂഹിക നീതി, സോഷ്യൽ ജസ്റ്റിസ്, അതേപോലെ തന്നെ സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇങ്ങനെ 3 തരത്തിലുള്ള നീതിയാണ് നമ്മുടെ ആമുഖത്തിലുള്ളത്. ഈ പറഞ്ഞ മൗലിക അവകാശങ്ങള്, മാർഗനിർദ്ദേശക തത്വം, ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിങ്ങനെ പറയാനേ പറ്റുള്ളൂ. മാർഗനിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരിടത്തും കേസിന് പോകാൻ പറ്റില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ധൈര്യമായിട്ട് കേസിന് പോവാം. മൗലിക അവകാശങ്ങൾ നമ്മൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും.
ഓക്കെ. അപ്പൊ കുറെ മൗലിക അവകാശങ്ങളുണ്ട്. നമുക്ക് വേണ്ട കുറെ അവകാശങ്ങളുണ്ട്. അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഉറപ്പായിട്ടും നമുക്ക് കോടതിയിൽ പോവും. അത് കേസ് പരിഗണിക്കുന്നതാണ്. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ തത്വങ്ങൾ പാലിച്ചില്ല, മൗലിക കടമകൾ പാലിച്ചില്ല എന്ന് വെച്ചിട്ട് നമുക്കൊരു രീതിയിലുള്ള ഒരു കേസ് കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഇനി ഈ 3 നീതികളും നമ്മൾ റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇനി സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് ഒരു രീതിയിലും ജാതി ആയിക്കോട്ടെ, മതം ആയിക്കോട്ടെ, അതേപോലെ നിറം ആയിക്കോട്ടെ, അങ്ങനെ ഒരു അല്ലെങ്കിൽ ലിംഗം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു രീതിയിലും ഒന്നിന്റെ പേരിലുള്ള ഒരു രീതിയിലുള്ള വിവേചനം പാടില്ല എന്നുമാണ് ഈ സാമൂഹിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ സാമൂഹിക നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമൂഹത്തില് ജാതി, മതം, വർഗം, വർണ്ണം ഇതിന്റെ ഒന്നിന്റെയും പേരില് ഒരു രീതിയിലുള്ള ഒരു വിവേചനം പാടില്ല എന്നാണ് ഈ പറഞ്ഞ സാമൂഹിക നീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസയുടെ പേരിൽ, പണത്തിന്റെ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഒക്കെ പേരിലുള്ള വിവേചനങ്ങൾ തടയുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സാമ്പത്തിക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നടപടിക്രമങ്ങളിൽ തുല്യത, എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന നീതിനെയാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? 3 തരം നീതി പറഞ്ഞത് ക്ലിയർ ആയോ? 3 തരം നീതി ക്ലിയർ ആയോ? നമ്മുടെ ആമുഖത്തിലുള്ള 3 തരം നീതികൾ ക്ലിയർ ആയോ? എന്താ ഒരു റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ക്ലാസ് വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങിയോ? ഓക്കെ. അപ്പൊ 3 തരം നീതികളാണ് നമ്മൾ പറയണത്. ഓക്കെ. അപ്പൊ ഇത് മൗലിക അവകാശങ്ങളിലൂടെയും അതേപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതിയൊക്കെ ഉറപ്പാക്കുന്നത്. ഇനി അടുത്തത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് സാമൂഹിക നീതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ ഒന്നും വിവേചനം തടയുന്ന നീതി. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ പേരിൽ. ഓക്കെ. ഇനി അടുത്തതാണ് സ്വാതന്ത്ര്യം. പിന്നെ അടുത്ത ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം. നീതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അടുത്ത ലക്ഷ്യമാണ് സ്വാതന്ത്ര്യം, അല്ലെ? ജസ്റ്റിസ്, അതുപോലെ തന്നെ ലിബർട്ടി, സ്വാതന്ത്ര്യം അടുത്തത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചിന്ത, ആവിഷ്കാരം, വിശ്വാസം എന്നിവയുടെ സ്വാതന്ത്ര്യം. നമുക്ക് പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരണതാണ് ഈ മറ്റേ മീഡിയ, പത്രം, അതൊക്കെ വരണത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരണതാണ്. വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് ഇഷ്ടമുള്ള മതത്തിലൊക്കെ വിശ്വസിക്കാനായിട്ട് ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 പറഞ്ഞ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയണത്. അതായത് മൗലിക അവകാശങ്ങള് ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പഠിക്കണത്. അത് നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതിൽ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പം 19 കുറെ സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. സ്പീച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യം, അസംബിള്, സംഘടിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എവിടെയെങ്കിലും സെറ്റിൽ ആവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 25 മുതൽ 28 ഇതൊക്കെ മൗലിക അവകാശത്തിൽ വരുന്ന ആർട്ടിക്കിൾ ആണ്. അതിൽ പറയുന്നത് മതസ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇതൊക്കെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയണ ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കുറെ സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ഈ സാധനം നമ്മൾ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇനി അടുത്തത് സമത്വം. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയണതാണ് സമത്വം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരേപോലെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇനി ഇതില് നിങ്ങൾക്ക് തോന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും കുറച്ച് സ്പെഷ്യൽ അധികാരമല്ല, സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഈ സമത്വത്തില് പെടില്ലേന്ന്. അത് ഈ പറഞ്ഞ അത് ഒരു സ്പെഷ്യൽ ആയിട്ട് കൊടുത്തേക്കണതാണ്. അത് ഈ സമത്വം ലംഘിക്കുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക പരിരക്ഷ പോലെ നമ്മൾ കൊടുക്കണതാണ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. സമത്വം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്
പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുക എന്നതാണ്. ഓക്കെ, അപ്പൊ സമത്വം എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യരാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ്, ആർക്കും കൂടുതലോ കുറവും ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നിയമത്താൽ ഒരേപോലെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. താഴ്ന്ന ജാതി, ഉയർന്ന ജാതി അങ്ങനെ ഒരു കൺസിഡറേഷന്റെ പേരിലല്ല നമുക്ക് ഈ പറഞ്ഞ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ഒക്കെ അങ്ങനെയല്ല, അല്ലാണ്ട് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ആ പ്രായത്തിന്റെ ഒരു ഇതില്ലെങ്കിൽ ചിലതിന് ഓരോന്ന് ഇപ്പൊ 21 വയസ്സ് വേണം തദ്ദേശ സ്വയംഭരണ ഇതില് മത്സരിക്കാൻ വേണ്ടി, 18 വയസ്സായാലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കൺസിഡറേഷൻ ഒഴികെ ബാക്കി എല്ലാ കേസിലും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ രാഷ്ട്രീയത്തില് ഒക്കെ പൊളിറ്റിക്സ് ആയിട്ട് ഒരു മത്സരത്തില് മത്സരിക്കാനും ഒക്കെ നമുക്ക് പെർമിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അതിന് തടയണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, അപ്പൊ സമത്വം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാവർക്കും ഒരേപോലെ അവസരം കൊടുക്കാം. ഇനി സാഹോദര്യം നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, എല്ലാ പൗരന്മാർക്കിടയിൽ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുക, മൗലിക അവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക, ഉറപ്പു നൽകുന്നു. ഈ സാഹോദര്യം എന്ന് പറഞ്ഞ വാക്ക് ആരാ നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അംബേദ്കർ ആണ് സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? നമ്മുടെ ആമുഖത്തിൽ പറയണതാണ്, നീതി പറയുന്നുണ്ട്, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം പറയുന്നുണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞത് സാഹോദര്യം പറയുന്നുണ്ട്, സമത്വം പറയുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? ആമുഖത്തില് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നീതി, സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ സമത്വം, സാഹോദര്യം. ഇതാണ് നമ്മുടെ 4 ലക്ഷ്യങ്ങൾ എന്ന് പറയണത്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ക്ലിയർ ആണോ? ആ നീതി മാത്രം ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം. 3 തരം നീതി നമ്മൾ പറയുന്നുണ്ട്: സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. സ്വാതന്ത്ര്യം നമുക്ക് മൗലിക അവകാശങ്ങളിലൂടെ തരുന്നുണ്ട്, അതേപോലെ തന്നെ സമത്വം, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. സാഹോദര്യം, നമ്മൾ സാഹോദര്യം എല്ലാവർക്കും എന്താ പറയാ, എല്ലാ പൗരന്മാർക്കിടയിൽ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ 4 ലക്ഷ്യങ്ങളാണ് ആമുഖം ഉറപ്പുവരുത്തുന്നത്. ഇത് ക്ലിയർ ആണോ? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തേക്ക് നമുക്ക് പോവാം. ഇനി ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണെന്ന് നമുക്കറിയാം. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ആമുഖമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ ശില്പി നെഹ്റു ആണ്. ഇനി 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത്. ആ ലക്ഷ്യപ്രമേയാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇനി ഈ പറഞ്ഞ ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഭരണഘടന പാസ്സാക്കിയതാണ് 1947 ജനുവരി 22. ഓക്കെ, അപ്പൊ ലക്ഷ്യപ്രമേയം 46 ഡിസംബർ 13 അവതരിപ്പിച്ചു. അത് പാസ്സായത് എന്നാന്ന് ചോദിച്ചാൽ അത് 1947 ജനുവരി 22 ഇനി നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആദ്യമായിട്ട് ആശയം മുന്നോട്ട് വെച്ചത് BN റാവു ആണ്. ഈ പറഞ്ഞ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് നെഹ്റു ആണ്. നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമല്ല, അതിൽ ആമുഖം അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെഹ്റു ആണ് ആമുഖം അവതരിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മളിപ്പോ പറഞ്ഞു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യണത്. അത് ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളിലൂടെ ആമുഖം ആരംഭിക്കണം എന്ന് പറഞ്ഞതാണ് HV കാമത്ത് എന്ന് പറഞ്ഞ വ്യക്തി. ദൈവനാമത്തിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞത് HV കാമത്താണ്. ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ആമുഖത്തിൽ ഒരേ ഒരു തീയതിയാണ് പറയുന്നുള്ളൂ. അത് 1949 നവംബർ 26 കേട്ടോ, നമ്മുടെ ഭരണഘടനയിലുള്ള ഒരേ ഒരു തീയതി, ആമുഖത്തിലുള്ള ഒരേ ഒരു തീയതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സാഹോദര്യം എന്ന പദാമുഖത്തിൽ നിർദ്ദേശിച്ചത് അംബേദ്കർ ആണ്. അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഓക്കെ,
ഇനി ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന കുറെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ പറഞ്ഞു, നീതി പറഞ്ഞു, സമത്വം പറഞ്ഞു, സാഹോദര്യം പറഞ്ഞു, സ്വാതന്ത്ര്യം പറഞ്ഞു. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുന്നത് ഈ പറഞ്ഞ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് കേട്ടോ. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മൗലിക കർത്തവ്യങ്ങളിൽ പറയണത്. അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജി പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ പറയണതാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ പറയണതാണ്. അപ്പൊ ഈ പറഞ്ഞ നിർദ്ദേശക തത്വങ്ങളെ പറയണതാണ് ഡയറക്റ്റീവ് പോളിസീസ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങള്, നിർദ്ദേശക തത്വങ്ങള്, മൗലിക കർത്തവ്യങ്ങള്, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നത്. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. നമ്മുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഈ ഓർഡർ പഠിക്കണം. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇന്ത്യ എന്ന് പറയണത്. ഓക്കെ, ഈ പരമാധികാരത്തിന്റെ ഇംഗ്ലീഷ് ആണ് സോവറിൻ. ഓക്കെ, സോവറിൻ ഇംഗ്ലീഷ് ടേം ഇമ്പോർട്ടന്റ് ആണ്. സോവറിൻ എന്ന് പറയണത് പരമാധികാരം. സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യലിസ്റ്റ് തന്നെയാണ്, സോഷ്യലിസം എന്നാണ് പറയണത്. മതേതരത്തിന്റെ ഇംഗ്ലീഷ് ആണ് സെക്യുലർ. സെക്യുലർ കേട്ടോ, സെക്യുലറിസം. ഓക്കെ, ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അപ്പൊ ഇന്ത്യ ഒരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് പറയണത്. ഓക്കെ, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ, ഇതിന് ഇംഗ്ലീഷും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ആദ്യത്തെ എസ് സോവറിൻ ട്ടാ, പിന്നത്തെ സോഷ്യലിസ്റ്റ്, പിന്നെ സെക്യുലർ, പിന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എന്നാ ഈ ഭരണഘടന നിലവിൽ വരണ സമയത്ത് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം, അതേപോലെ സെക്യുലർ മതേതരത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല ആമുഖത്തില്. നമ്മൾ നേരത്തെ കണ്ട നോക്കിയേ, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ആമുഖം നിലവിൽ വരുമ്പോ ഉണ്ടായിരുന്നത്. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പിന്നീടാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റും സെക്യുലർ എന്ന 2 ടേമുകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അത് 42ാമത് അമെൻമെന്റ് വഴിയാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റും സെക്യുലർ എന്ന് പറഞ്ഞ 2 ടേം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആമുഖം ഒരേ ഒരു പ്രാവശ്യമാണ്. ഭേദഗതി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഭേദഗതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആമുഖം ഒരേ ഒരു വട്ടമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ 1976 42ാമത്തെ അമെൻമെന്റ് വഴിയാണ് ഈ പറഞ്ഞ ആമുഖത്തില് മാറ്റം വരുത്തിയിട്ടുള്ളൂ. ആമുഖം ഒരേ ഒരു വട്ടാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നത് സോവറിൻ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം. അപ്പൊ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആമുഖത്തിൽ ആകെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ പറഞ്ഞ സോഷ്യലിസ്റ്റും സെക്യുലർ എന്ന 2 ടേമുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത്. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇത് എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ചോദിക്കണ ഒരു ഏരിയയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. ഈ ടേമുകളൊക്കെ ക്ലിയർ ആയോ? ഇംഗ്ലീഷ് ടേമും മലയാളം ടേമും ക്ലിയർ ആയോ? മതേതരത്വത്തിന്റെ ഇംഗ്ലീഷ് എന്തിട്ടാ? മതേതരത്വം ഓക്കെ, സെക്യുലർ എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ ആമുഖം നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് അല്ല, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖത്തിൽ ഉണ്ടായിരുന്നത് പരമാധികാര ജനാധിപത്യ
റിപ്പബ്ലിക് എന്നാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. എന്താണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നത്? അത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്, അതായത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് 42ാമത്തെ ഭേദഗതി വഴി നമുക്ക് ഒരേ ഒരു വട്ടം അമെൻഡ് ചെയ്തിട്ടുള്ളൂ, ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ഈ പറഞ്ഞ 42ാമത്തെ ഭേദഗതി വഴിയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ് സെക്യുലർ, അതായത് സോഷ്യലിസം മതേതരത്വം. അത് മലയാളത്തിലും ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്, ആ ടേമുകൾ മാറിപ്പോരുത്. അപ്പൊ സോഷ്യലിസം അതേപോലെ തന്നെ സെക്യുലറിസം മതേതരത്വം. ഓക്കെ, സോഷ്യലിസ്റ്റ് സെക്യുലർ ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പിന്നീടാണ് കൂട്ടിച്ചേർത്തത്. ഇനി ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു സാധനമാണ് സോവറിൻ എന്ന് പറയുന്നത്, പരമാധികാരം. പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതേപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വൈദേശിക കാര്യങ്ങൾ, എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ നമ്മുടെ രാഷ്ട്രത്തിന് തീരുമാനം എടുക്കാൻ നമുക്കാണ് പരമാധികാരം, നമ്മുടെ രാജ്യത്തിനാണ് പരമാധികാരം. അപ്പൊ ഈ ബാഹ്യ ആയിക്കോട്ടെ ആഭ്യന്തര ആയിക്കോട്ടെ എന്ത് കാര്യം വന്നാലും വേറൊരു രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ തീരുമാനം എടുക്കില്ല. അതാണ് നമ്മുടെ പരമാധികാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അതില് വേറെ ആരും ഇപ്പം അമേരിക്ക പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കേൾക്കണം, അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന്. അപ്പൊ എന്ത് കാര്യം വന്നാലും ബാഹ്യ ആയിക്കോട്ടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം ആയിക്കോട്ടെ, ഇന്ത്യ ഒരു സ്വതന്ത്രമായിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് സ്വന്തമായ നിലപാടുണ്ട്. ഇന്ത്യ തന്നെ അതിനൊരു തീരുമാനം എടുക്കും എന്നാണ് ഈ പറഞ്ഞ പരമാധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആഭ്യന്തരം ആയിക്കോട്ടെ വൈദേശികപരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഏത് വിഷയത്തിലായാലും നിയമനിർമ്മാണം നടത്താൻ ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്, മറ്റൊരു രാജ്യത്തിന്റെ ആശ്രയം ആധിപത്യം ഒന്നും ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞ പരമാധികാരം സോവറിൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കണം. അടുത്തതാണ് മതേതരത്വം. ഇത് എപ്പോഴും ചോദിക്കണതാണ് കേട്ടോ, ഈ പദത്തിന്റെ അർത്ഥം എന്താന്നൊക്കെ ചോദിക്കണമെന്നാണ്. പരമാധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യം, ഇത് സ്റ്റേറ്റ്മെന്റ് വഴിയൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും. ബാഹ്യ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ എന്തു കാര്യം ആയിക്കോട്ടെ തീരുമാനം എടുക്കാനുള്ള അന്തിമമായിട്ടുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യക്ക് തന്നെയാണ്. ഇനി മതേതരത്വം. മതേതരത്വം എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ചോദിക്കേണ്ടതാണ്. നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം, അതിനൊന്നും ഒരു തടസ്സം ഇന്ത്യയിൽ ഇല്ല. ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, അതൊന്നും കുഴപ്പമില്ല. രാഷ്ട്രം ഒരു മതത്തോട് പോലും വിവേചനം കാണിക്കില്ല. പക്ഷെ ഈ മതേതരത്വത്തിന് വേറൊരു വാക്കുകൂടിയുണ്ട്, കാര്യമുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പൊ മതേതരത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ചോദിക്കണ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മതേതരത്വത്തിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ആ മതേതരത്വം എന്ന് പറഞ്ഞ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണതെന്ന് എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ മതേതരത്വത്തിൽ ഏത് മതത്തിൽ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഔദ്യോഗിക മതം ഇല്ല. നമ്മുടെ രാജ്യം എല്ലാ മതത്തോടും തുല്യ പ്രാധാന്യം തന്നെ കാണിക്കുന്നത്, ഒരു മതത്തെയും വിവേചനപൂർവ്വം കാണാറില്ല. അതാണ് മതേതരത്വം സെക്യുലറിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് സ്ഥിതി സമത്വം. ഈ സ്ഥിതി സമത്വം എന്ന് പറയുന്നതാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സാധനം കേട്ടോ. സോഷ്യലിസം എന്ന് നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്, ഇംഗ്ലീഷിലും സോഷ്യലിസം എന്ന് പറയാറുള്ള ടേമാണ്. അതിന്റെ ശരിക്കുള്ള പക്ക മലയാളം ടേമാണ് സ്ഥിതി സമത്വം. അപ്പൊ 3 രീതിയിൽ അനുസരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. അതാണ് ഈ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വരുമാനത്തിലും ആയിക്കോട്ടെ നിലവാരത്തിലായിക്കോട്ടെ അസമത്വങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറയണത് ഈ സ്ഥിതി സമത്വത്തിലാണ്. ഓക്കെ, ഇന്ത്യയിൽ നിലവിലുള്ളത് എന്ത് തരം സോഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ നിലവിലുള്ളത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിക്കും. അല്ല, നമുക്കുള്ളത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ഇനി
ജനാധിപത്യം. ജനാധിപത്യം നമുക്ക് അറിയണ കാര്യമാണ്. ഡെമോക്രാറ്റിക് എന്നുള്ള വാക്ക് നമ്മളാണ് നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കണത് അല്ലെ? നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് ഭരണം നടത്തുന്നത്. ഇനി റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ രാഷ്ട്ര തലവനെ തെരഞ്ഞെടുപ്പിക്കോടെ നിശ്ചയിക്കുന്ന ആ ഒരു ഭരണരീതിയാണ് നമ്മൾ എന്തെന്ന് പറയാ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കണേ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനുള്ള ഒരു ഗവൺമെന്റിന് അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. രാഷ്ട്ര തലവനെ തെരഞ്ഞെടുപ്പിക്കോടെ നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനുള്ള ഒരു ജനതയെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിപ്പബ്ലിക് എന്നുള്ള ടേമിന് 3-4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരും. ഇതിൽ ശരിയായത് എന്നാന്ന് ചോദിക്കും. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രതലവനുള്ളതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 3 തരം നീതിയൊക്കെ ഉണ്ടെന്ന്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തില് ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് നമ്മള് ഒരു വട്ടാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 42-ാം ഭേദഗതി അറിയപ്പെടുന്ന പേരാണ് ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറഞ്ഞ 42-ാമത് അമെന്റ്മെന്റ് വഴിയാണ് നമ്മള് കൂട്ടിച്ചേർത്ത 2 വാക്കുകളാണ്. അപ്പൊ ഇനി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തോളാം. ഓക്കെ, ഞാൻ പിന്നീട് കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഈ 42-ാമത്തെ ഭേദഗതി വഴിയാണ് നമ്മൾ ഈ സെക്കുലർ എന്ന വാക്ക്, അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന വാക്ക്, 2 വാക്കുകൾ 2 എസ് ആണെന്ന് ആലോചിച്ചാൽ മതി. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഈ 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഈ പറഞ്ഞ 42-ാമത് അമെന്റ്മെന്റ് വഴിയായിട്ടാണ് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ചെറു ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിലവിൽ വന്നത് ഈ 1976 ഏത് ഭരണഘടനയോടെയാണ് ഏത് ഭേദഗതിയോടെയാണ് സോഷ്യലിസ്റ്റ് അതേപോലെ തന്നെ സെക്കുലർ എന്ന വാക്കുകൾ കൂട്ടിച്ചേർത്തതെന്ന് ചോദിക്കും. അത് 42-ാം ഭേദഗതി. അതെന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1977 ജനുവരി 3-ാം തീയതി. ഇമ്പോർട്ടന്റ് ആട്ടാ ഈ പറഞ്ഞ ഡേറ്റ്. 1977 ജനുവരി 3-ാം തീയതിയാണ് ഭരണഘടന ഭേദഗതി നിലവിൽ വന്നത്. ആ സമയത്ത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇതും പഠിക്കണം. രാഷ്ട്രപതി ആ സമയത്ത് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നമ്മുടെ ആമുഖത്തെ പറ്റി പറഞ്ഞ ലക്ഷ്യങ്ങള്, അതേപോലെ അതിൽ പറയുന്ന ആ ടേമുകൾ ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ആകെ ഗോഡ്വിൻ മാത്രമുള്ള റിപ്ലൈ തന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഈ ഭാഗത്തുനിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഒരു ഏരിയ ആണ് കേട്ടോ. അതാണ് ഞാൻ ഇത്ര പതുക്കെ പോയത്. ഇനി ഈ ആമുഖത്തെ പറ്റി കുറെ അധികം വിശേഷണങ്ങളുണ്ട്. ആ ആമുഖത്തെ പറ്റിയുള്ള വിശേഷണമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് KM മുൻഷി. ഇദ്ദേഹം നമുക്കറിയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. ഇനി ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ്. ഇതൊക്കെ നമ്മുടെ ആമുഖത്തെ പറ്റിയാണ് ഈ വിശേഷണം കേട്ടോ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് പൽക്കിവാല. പൽക്കിവാലയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് പൽക്കിവാല. ഇനി ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് പൽക്കിവാലയാണ്. കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഇനി ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് പറഞ്ഞത് ഹിദായത്തുള്ള, ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് പറഞ്ഞത്. ഇനി ആത്മാവ് താക്കോലുമാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. ഇനി ആത്മാവ് എന്ന് പറയുന്നത് ഹിദായത്തുള്ള, കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ, ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ആമുഖത്തിനെ പറഞ്ഞത് നെഹ്റു ആണ്.
ഇനി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ. തെറ്റിക്കാണ്ട് പഠിക്കണേ. ആത്മാവ് എന്ന് പറഞ്ഞത് ഹിദായത്തുള്ള, ആത്മാവ് താക്കോൽ എന്ന് പറഞ്ഞത് നെഹ്റു. നെഹ്റു ആണല്ലോ എഴുതിയത്. അപ്പൊ നെഹ്റുവിന്റെ കയ്യിലാണ് അതിന്റെ താക്കൂർ എന്ന് ആലോചിച്ചാൽ മതി. ഹൃദയവും ആത്മാവും താക്കൂർദാസ് ഭാർഗവ. ഓക്കെ, താക്കൂർദാസ് ഭാർഗവയാണ് നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഓക്കെ, ഇനി ഈ ആമുഖമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ കേസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് ആമുഖം ഒരു ഭരണഘടനയുടെ പാർട്ടല്ല. ആമുഖം വേറെ നിൽക്കുന്നു, ബാക്കി ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ആമുഖം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, ബാക്കിയുള്ളതൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞ കേസാണ്. വേറെ വേറെ എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല, അത് രണ്ടും വേറെ വേറെയാണ് എന്ന് പറയണ കേസാണ് ബറുബാറി കേസ്. അത് 1960 വന്ന കേസാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് ഏതാന്ന് ചോദിക്കും. അത് ബറുബാറി കേസാണ്. അന്നാ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 ഇമ്പോർട്ടന്റ് ആണ് കേശവാനന്ദ ഭാരതി കേസ്. അതായത് കേശവാനന്ദ ഭാരതി കേസ് അനുസരിച്ച് എന്തൊക്കെ വന്നാലും നമ്മുടെ ആ ഒരു അടിസ്ഥാന സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ പറഞ്ഞ സംഭവം മാറ്റാൻ പറ്റില്ല എന്നാണ് പറയണത്. ഓക്കെ, ആ അടിസ്ഥാനപരമായിട്ട് ഭരണഘടനയിലുള്ള ഒരു കാര്യത്തിലും ഭേദഗതി വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ആമുഖത്തിൽ ആ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നമ്മുടെ ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിൽ പറയണത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കേസിലാണ് നമ്മുടെ ആമുഖം ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് എന്ന് ഒന്നും കൂടി ഉറപ്പിച്ചു പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ബറുബാറി കേസിലാണെങ്കിൽ ആമുഖ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി 1973 കേശവാനന്ദ ഭാരതി കേസിൽ പറയാണ് ഈ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ബർബാറി കേസിൽ പറഞ്ഞ ആ അഭിപ്രായം തെറ്റാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു, കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും കൂടി ഉറപ്പിക്കണ കേസായിരുന്നു യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 95 കേസ്. അപ്പൊ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. അതേപോലെ ബേസിക് സ്ട്രക്ചറിനെ പറ്റി വന്നത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ആമുഖം ഭരണഘടനയുടെ ഘടകം അല്ല എന്ന് പറഞ്ഞത് ബറുബാറി കേസിൽ. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ഒന്നും കൂടി ഉറപ്പിച്ച് പറഞ്ഞ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. ഈ രണ്ടിന്റെയും വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നും പഠിച്ചില്ലെങ്കിലും കേശവാനന്ദ ഭാരതി കേസിന്റെ വർഷം എന്തായാലും പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ആമുഖത്തെ പറ്റി പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ ആണോ? രണ്ടൂന്ന് ക്വസ്റ്റ്യനും കൂടി പറയട്ടെ. പറയട്ടെ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം. സമത്വം, സാഹോദര്യം, ജനാധിപത്യം, വോട്ടവകാശം. ഓപ്ഷൻ എ സമത്വം, ഓപ്ഷൻ ബി സാഹോദര്യം, ഓപ്ഷൻ സി ജനാധിപത്യം, ഓപ്ഷൻ ഡി വോട്ടവകാശം. വോട്ടവകാശമാണ്, നമുക്ക് അറിയണ കാര്യമാണ്. ഇത് ബിവറേജ് എൽഡിക്ക് 2023 ബിവറേജ് എൽഡിക്ക് ചോദിച്ചതാണ്. ഇനി നമുക്ക് ബിവറേജ് എൽഡി ഉടനെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഇതിന് തൊട്ട് മുന്നത്തെ ബിവറേജ് എൽഡിക്ക് ചോദിച്ചതാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഭേദഗതിയുടെ ഇംഗ്ലീഷ് ആണ് കേട്ടോ, അമെൻമെന്റ്. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു തവണയാണ് കേട്ടോ അമെന്റ് ചെയ്തിട്ടുള്ളൂ ആമുഖം. ഓക്കെ,
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആയി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കേട്ടാ. ബെറുബാറി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. ശരിയോ തെറ്റോ? ബെറുബാറി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകം അല്ല എന്ന് പ്രസ്താവിച്ചു. ഓക്കെ, ശരിയാണ്. ഇനി അടുത്തത്, കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവർ ആൻസർ പറഞ്ഞേ. LIC വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത്, ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോൾസ്. നമ്മൾ ഇതുവരെ ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയൊന്നും പഠിച്ചിട്ടില്ല. ഇനി ആമുഖം ഒരിക്കൽ 42ാമത് ഭേദഗതി വഴിയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ, 42ാമത്തെ അമെന്റ്മെന്റ് വഴി. ശരിയോ തെറ്റോ? ശരി. ഓക്കെ, ഈ കേശവാനന്ദ ഭാരതി കേസ് 1973 കേസിൽ പറയണത് പറ്റി പറഞ്ഞു. പിന്നെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് അതില് ഭേദഗതി വരുത്താം, പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചറിന് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്നാണ് അന്നത്തെ കേസിൽ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ബേസിക് സ്ട്രക്ചർ എന്ന ഒരു സംഭവം വന്നത് ഈ പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിലാണ്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെ? അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഓപ്ഷൻ തരില്ല, ആൻസർ പറഞ്ഞു. നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇംഗ്ലീഷ് ടേമുകൾ പറഞ്ഞാൽ മതി. രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തണ്ട, രണ്ട് വാക്കുകൾ പറയും. ഒന്ന് സെക്യുലർ, രണ്ടാമത്തെ സോഷ്യലിസ്റ്റ്. സെക്യുലർ എന്നുള്ള രണ്ട് വാക്കുകളാണ് 42ാമത് അമെന്റ്മെന്റ് വഴി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസം, അതേപോലെ തന്നെ മതേതരത്വം കേട്ടാ. സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടാ. പിന്നെ ഈ പറഞ്ഞ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നല്ല, ആ ഓർഡർ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നാണ് കേട്ടോ. ആ ഓർഡർ എന്തായാലും പഠിക്കണം. ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ആ ഓർഡർ പഠിക്കണം കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് കേട്ടോ. ഓക്കെ, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അപ്പൊ ആ ഓർഡർ തെറ്റാണ്ട് പഠിക്കണം. അതായത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി പറയാൻ. ഈ പറഞ്ഞ 42ാമത്തെ അമെന്റ്മെന്റില് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നൊരു വാക്കുണ്ടായിരുന്നു. അതിനു പകരം ഐക്യവും അഖണ്ഡത എന്നൊരു വാക്കും കൂടി കൂട്ടിച്ചേർത്തു. മുന്നുണ്ടായിരുന്ന രാഷ്ട്രത്തിന്റെ ഐക്യം എന്നാണ്. പിന്നീട് ഈ 42ാമത് അമെന്റ്മെന്റ് വഴിയാണ് ഐക്യത്തിന്റെ കൂടെ ഇന്റഗ്രിറ്റി എന്ന വാക്കും കൂടി അഖണ്ഡത എന്ന വാക്കും കൂടി കൂട്ടിച്ചേർത്തത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഓർമ്മയുണ്ടോ പേര്? ഓപ്ഷൻ വേണമെങ്കിൽ തരാം. KM മുൻഷി, പൽക്കിവാല, ഏണസ്റ്റ് ബാർക്കർ. തിരിച്ചറിയൽ കാർഡ്. ഓപ്ഷൻ എ KM മുൻഷി, ഓപ്ഷൻ ബി NA പൽക്കിവാല, ഓപ്ഷൻ സി ഏണസ്റ്റ് ബാർക്കർ. ആരാ? NA പൽക്കിവാലയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ആമുഖം തെറ്റാതെ പഠിക്കുക. എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും തെറ്റിക്കാൻ വേണ്ടി പിന്നെയും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവൽ മാത്രമല്ല, എല്ലാ പരീക്ഷയ്ക്കും ആമുഖത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നല്ല വൃത്തിക്ക് തെറ്റാതെ പഠിക്കുക. അതുകൊണ്ടാണ് പതുക്കെ പോയത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ എടുക്കാം. നാളെ അല്ല, ഇനി അടുത്ത ക്ലാസ്സിൽ.
ഓക്കെ, താങ്ക് യു.